അങ്ങനെ അമേരിക്ക അംഗീകരിച്ചു, പരാജയപ്പെട്ടത് ഇസ്രയേലാണ്. കഴിഞ്ഞ ദിവസം ഓവൻ ജോൺസ് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ യൂട്യൂബർ എന്തുകൊണ്ടാണ് അമേരിക്ക ഇസ്രയേൽ തോറ്റു എന്ന് അംഗീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയെ അവലംബമാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഈ പശ്ചിമേഷ്യൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ വളരെ കൃത്യമായ വിശകലനം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഹമാസുമായി കരാറിലെത്തിയിരിക്കുന്ന ഇസ്രയേലിൻ്റെ പരാജയത്തെ അമേരിക്ക എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങുമ്പോൾ ഹമാസ് ഭീകര സംഘടനയായിരുന്നു, അതിൻ്റെ ഉന്മൂലനമായിരുന്നു ലക്ഷ്യം. ഏറ്റവും ഒടുവിൽ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് അവസാനിച്ച് കരാർ ഒപ്പിടുന്നതും ഇതേ ഭീകരവാദി എന്ന് പറഞ്ഞ സംഘടനയോടൊപ്പമാണെന്നുള്ള വൈരുദ്ധ്യമാണ് അതിൻ്റെ ഒരു പ്രധാന കാതൽ. എങ്കിലും ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നത് ആൻ്റണി ബ്ലിങ്കൻ, അദ്ദേഹമാണല്ലോ ഈ 465 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ ഇസ്രയേലിൻ്റെ ഫലസ്തീന് മേലുള്ള ആക്രമണത്തിൻ്റെ ചുക്കാൻ പിടിച്ചതും അതിന് നിർദ്ദേശങ്ങൾ നൽകിയതും പിന്തുണ നൽകിയതും ഒക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഏകോപിപ്പിച്ചതിൻ്റെ മുഖ്യ ചുമതലയും ഒക്കെ അദ്ദേഹത്തിനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾ ഹമാസിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞ ആ ലക്ഷ്യം അതിവ്യർത്ഥമാണെന്ന് അന്നേ അമേരിക്ക പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ പിന്മാറിയ ഇടങ്ങളിലൊക്കെ വളരെ ശക്തിയോടെ തിരിച്ചു വരുന്നു അവർ എന്നതാണ്. വെറും 360 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഫലസ്തീൻ. ഈ 360 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലത്ത് അമേരിക്ക മാത്രം ബോംബിങ്ങിനായും മറ്റുള്ള സംഗതികളുമായി നൽകിയത് $22 ബില്യൺ. ഇത്രയും ഡോളറുകൾ എല്ലാ അർത്ഥത്തിലും അവിടെ വാരിയിട്ടിട്ടും ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് അമേരിക്ക തന്നെ തുറന്നു പറഞ്ഞതുപോലെ ഒരു പരാജയമായിരുന്നു എന്ന തരത്തിലാണ്. കാരണം അത് വിജയമാകണമെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകണം. ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണം, മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കണം. ഓവൻ ജോൺസ് പറയുന്നുണ്ട്, ഈ യുദ്ധം ഇത്രയും നാൾ നീണ്ടുപോയിട്ടും സുരക്ഷിതമായി ഏറ്റവും കൂടുതൽ ബന്ദികളെ മോചിപ്പിച്ചത് ഇടയ്ക്ക് വെച്ചുണ്ടാക്കിയ ഒരു വെടിനിർത്തൽ കാലത്ത് മാത്രമാണ്. അല്ലാതെ ഒരാക്രമണത്തിലോ ഒരു ഓപ്പറേഷനിലോ പട്ടിയെ വിട്ടിരിക്കുന്നു, പൂച്ചയെ വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പലതിനെയും അവിടേക്ക് അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു ബന്ദികളെയും കണ്ടുപിടിക്കാനായില്ല. എന്ന് മാത്രമല്ല, വിട്ടവരൊക്കെയും വളരെ പോസിറ്റീവായാണ് സംസാരിച്ചതും. ഇനിയും ഇപ്പോഴും ബന്ദികളെ കൈമാറുമ്പോൾ അതിന് ആനുപാതികമായി എത്ര ശതമാനം പേരെയാണ് തിരിച്ചു നൽകുന്നത് എന്നുള്ളത് നോക്കിയാൽ അത്ഭുതം തോന്നിപ്പോവും. അങ്ങനെ തുടങ്ങി നമ്മുടെ ജോ ബൈഡൻ അപ്പൂപ്പൻ വരെ ഇത് പൂർത്തിയാക്കി ഇല്ലാതാക്കുമെന്ന് പറയുന്ന വീഡിയോകൾ ഉൾപ്പെടെ അദ്ദേഹം വളരെ വ്യക്തമായി അനലൈസ് ചെയ്യുന്നുണ്ട്. ഞാനതിനൊരു മുഖവുര പറഞ്ഞു എന്നേ ഉള്ളൂ. ഇംഗ്ലീഷിലാണ്, മനോഹരമാണ്. അത് അതേപടി കണ്ടൻറ് എടുക്കുക എന്ന് പറയുന്നത് കോപ്പിറൈറ്റാണ്. അതുകൊണ്ട് അങ്ങനെ കണ്ടൻറ് എടുക്കുന്നില്ല. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഇടുന്നുണ്ട്. കാണേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. എവിടെ നിന്ന് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എവിടേക്ക് പോയി എന്നുള്ളത്. ഇങ്ങനെ കരാറിലേക്ക് എത്തുമ്പോൾ വലിയ നിശിതമായ വിശകലനങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ അഭ്രപാളികളിൽ ശുഭ്രമേളകൾ പതിപ്പിക്കേണ്ടവരും ഫലസ്തീൻ തീർന്നു, ഇല്ലാതായി, എല്ലാം തവിടുപൊടിയായി, ഇനി അവിടുത്തെ കാര്യങ്ങൾ അമേരിക്ക തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചാനൽ വിദഗ്ധരുണ്ട്. ആഗോളതലത്തിൽ ഇതെല്ലാം പോയി നോക്കിക്കണ്ട് വർഷങ്ങളോളം മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ച് അവിടുത്തെ കിണറ്റിലിറങ്ങി വെള്ളം കോരി കുടിച്ച സാമൂലച്ചായൻ അടക്കമുള്ളവരുണ്ട്. അവരാരും ഇപ്പോൾ വലുതായിട്ട് മിണ്ടുന്നില്ല. ഏതായാലും സമയം കിട്ടുമ്പോൾ അവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഓവൻ ജോൺസിൻ്റെ വീഡിയോ ഒന്ന് കാണേണ്ടതാണെന്നാണ്. പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം.